ഭാരതം വികസന കുതിപ്പിലാണ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ്. നക്സൽ മുക്ത ഭാരതമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതോടുകൂടിയാണ് രാജ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. അതുമാത്രമല്ല, രാജ്ഘട്ടിൽ എത്തിക്കൊണ്ട് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രിയാകട്ടെ ചെങ്കോട്ടയിലേക്ക് പുറപ്പെട്ടതും. ചെങ്കോട്ടയിൽ വന്ദേ മാതരവും പിന്നാലെ തന്നെ ദേശീയ ഗാനവും ആലപിച്ചു. തുടർന്ന് പതാക ഉയർത്തിയതോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് തുടക്കമാവുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 വികസിത രാജ്യമാകുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സ്വപ്നങ്ങൾ ഇനി വലുതാവുകയാണ്. സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ നമ്മുടെ ചിന്തകൾ വിശാലമാകും. അതിലൂടെ തന്നെ കഴിവുകൾ വർദ്ധിക്കും. സ്വപ്നങ്ങൾ ദൃഢമാകുമ്പോൾ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം തന്നെ അവിടെ വന്നു ചേരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തിയും ഭാവിയിലെ വളർച്ചയും നിർണായകമാകുന്നത് 7 മേഖലകളിലാണ് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആ ഒരു സുപ്രധാന രീതി അതിനെ ഇന്ത്യയുടെ ഭാവി നിർണയിക്കുകയും അതുമാത്രമല്ല, ഉൽപാദനം, കർഷകർ, സാങ്കേതിക വിദ്യ, ഗതാഗതവും കണക്ടിവിറ്റിയും, പ്രതിരോധം, ഹരിത ഊർജം, കരകൗശല വിദ്യ, സിനിമയും ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ എന്നിവയാണ് ഈ മേഖലകൾ എന്നതാണ് പ്രധാനമന്ത്രി 7 മേഖലകളെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് ഇന്ത്യ വലിയ ബഹുമാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്ഥിരതയുള്ള സർക്കാരുണ്ട്. അതുകൊണ്ടാണ് 2014 മുതൽ തന്നെ ഒട്ടേറെ രാജ്യങ്ങളുമായി തന്നെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഹൈഡ്രജൻ ട്രെയിൻ വന്നു. ഏറ്റവും മികച്ച ട്രെയിനാണ് അതെന്നും പറയുന്നതിലും ഈ രംഗത്ത് ഇന്ത്യ കഴിവ് തെളിയിച്ചതിലും എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്തി സന്തോഷം കണ്ടെത്താൻ ഇവിടെ ചിലർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 10-12 വർഷത്തിനിടെ തന്നെ നടപ്പാക്കിയ മികച്ച പദ്ധതികൾ ഫലപ്രദമായി എന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 12 വർഷം ഓരോ ഇന്ത്യക്കാരനും രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് 25 കോടി ഇന്ത്യക്കാർ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായിരിക്കുന്നത്. സ്വപ്നങ്ങൾ ഇനി വലുതാവുകയാണ്. സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ നമ്മളുടെ ചിന്തകളാകട്ടെ വിശാലമാകും. അതിലൂടെ തന്നെ കഴിവുകൾ വർദ്ധിക്കും. സ്വപ്നങ്ങൾ ദൃഢമാകുമ്പോൾ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്ക് തന്നെ വന്നു ചേരുകയാണ്. അതുമാത്രമല്ല, ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ആ ഒരു യാത്രയിലാണ് നാം എല്ലാവരും. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 തന്നെ വികസിത രാജ്യമാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തെയും അദ്ദേഹം എടുത്തിവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, 12 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ആ ഒരു കാലയളവ് എല്ലാം എടുത്തു സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നേടിയെടുത്ത, ഭാരതത്തിന് വേണ്ടി നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ വേളയിൽ തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.